രൂപയാണ് ഈ പശുക്കുട്ടി ചോദിച്ചിരുന്നത്. 20+ ഒരു ടീം പറഞ്ഞു കൊടുത്തിട്ടുള്ള. ഈ പശു നമ്മൾ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ളതാണ്. ഇത് 35,000 ലാസ്റ്റ് പറഞ്ഞിരുന്നു. അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം അടിക്കാൻ സാധ്യതയുണ്ട്. 36 35 ആയിരിക്കും. അതുപോലെ ഇതും തന്നെ ഈ പശുക്കുട്ടി ഒഴിവാക്കി മൂരിക്കുട്ടി ഒഴിവാക്കി 70+ ആണ് ലാസ്റ്റ് വില. ഒരു ടീം കന്നിന് വില പറഞ്ഞു എന്നിട്ടും കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ മട്ടത്തില് എന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടാവും. ഈ കാളക്കുട്ടി നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ളതാണ്. 32,500-ന്റെയും 34,000-ന്റെ അടിയിലാണ് റേറ്റ്. ആ ഒരു പ്രൈസിലാണ് അവർ വില പേശിരുന്നത്. ഇത് വളർത്താനോ വാങ്ങിച്ചത്. നല്ലൊരു കുട്ടിയാണ്. ഏകദേശം 2.25 മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 120 എന്തായാലും ഉണ്ടാവും മീറ്റ്. 32,500 വില. വളർത്താൻ വാങ്ങിച്ചതാണ്. രൂപയാണ് ഈ പോത്തുംകുട്ടി ചോദിക്കുന്ന റേറ്റ്. 16,000-17,000 ടീം പറഞ്ഞ് കൊടുത്തിട്ടില്ല. 20 രൂപ റേഞ്ചിൽ കൊടുക്കേണ്ടി വരും. 17 പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. നല്ലൊരു പോത്തുംകുട്ടിയാണ്. രൂപയാണ് ഈ ഒരു കാളക്കുട്ടി ചോദിച്ചത്. 28,000 രൂപ. ഏകദേശം ഒരു 80-85 കിലോമീറ്റർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചോദ്യം മാത്രമാണ്. ഒരു 20, 22, 23 റുപ്യ റേഞ്ചിൽ കിട്ടുമായിരിക്കും. ഈ പശു ചന്തയിൽ വിറ്റിട്ടുള്ളതാണ്. ഇത് 26 മറ്റേ കറക്റ്റ് നമുക്ക് റേറ്റ് അറിയാൻ സാധിച്ചിട്ടില്ല. 26+ ആണ്. ഏതായാലും സുഹൃത്തുക്കളെ, നമ്മള് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് ചോലക്കലിലെ ചന്തയിലെ വീഡിയോസാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത്. രാവിലെ മുതൽ ഒരു ഉച്ച 2 മണി വരെ ചന്ത നടക്കാറുണ്ട്. അപ്പോൾ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളെ വിലയേറിയ
സപ്പോർട്ട് നൽകുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള പോരായ്മകളൊക്കെ അറിയിക്കുക. ഒട്ടനവധി കാലുകൾ നമ്മളെ മഞ്ചേരി ചന്തയിൽ എത്താറുണ്ട്. നിങ്ങൾക്ക് കാലുകളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ അടുത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് മഞ്ചേരി ചന്തയിലായിരിക്കും. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മഞ്ചേരി ചന്തയിൽ വന്ന് വാങ്ങിക്കാൻ കഴിയും. എല്ലാ പർപ്പസിന് പറ്റിയ കാര്യങ്ങളും ഉണ്ട്. മീറ്റ് ആയിക്കോട്ടെ, മുടി കളയിച്ചൽ, അതുപോലെ വളർത്താൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് വല്ല ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക.